നിങ്ങൾക്കറിയാമോ, ചില പുരുഷന്മാർ അവര് ഈ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ കിട്ടാൻ വേണ്ടി കെഞ്ചും. അതുപോലെ അവര് ഈ അടിവസ്ത്രങ്ങള് മോഷ്ടിക്കും. ചിലവരുടെ ഷെൽഫിൽ നിന്ന് നമുക്ക് സൈഡിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ അതുപോലെ ബെഡിന്റെ അടിയിലൊക്കെ ഇവര് ഈ മോഷ്ടിച്ച ബ്രാ, പാൻറ്റി ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നില്ലേ? പക്ഷെ ഇത് സ്വാഭാവികമാണ്. പല പുരുഷന്മാർക്കും ഈ ഒരു കണ്ടീഷൻ ഉള്ളവർക്ക് ഈ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളോട് ഒരു തരം ആകർഷണം, അതുപോലെ ഒരു ഉത്തേജനം ഇതൊക്കെ കിട്ടും. ഈ ഒരു കണ്ടീഷന്റെ പേരാണ് അണ്ടർഗാർമെന്റ് ഫെറ്റിഷിസം. സോ ഇവർക്ക് ആ വ്യക്തികളോടൊന്നും പ്രത്യേകിച്ചിട്ടൊരു ലൈംഗിക താല്പര്യമില്ല, പക്ഷെ ഇവർക്ക് ആ അടിവസ്ത്രങ്ങളോടാണ് താല്പര്യം. അതുപോലെ തന്നെ ഇവർക്ക് ഈ അടിവസ്ത്രങ്ങള്, പ്രത്യേകിച്ചും പാൻറ്റി, ബ്രാ ഇതൊക്കെ കാണുമ്പോൾ, സ്പർശിക്കുമ്പോൾ, അതുപോലെ അതിന്റെ അത് ചിന്തിക്കുമ്പോൾ, പിന്നെ അതിന്റെ മണം, ഇതൊക്കെ ഇവർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകും. ഇതൊരു തരത്തിൽ ലൈംഗിക ആസ്വാദനമാണ്. പിന്നെ വേറെ ഒന്ന്, ചില പുരുഷന്മാർക്ക് അവർക്ക് ഈ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങള്, പ്രത്യേകിച്ച് പാൻറ്റി, അതിനോടൊരു ഭ്രാന്തമായ ഒരു കണ്ടീഷൻ ഉണ്ട്. അവര് എന്താ ചെയ്യുക, ഇത് അവര് ഒറ്റക്ക് ഒരു മുറിയില്, ഇരുട്ടുമുറിയില് മണിക്കൂറുകളോളം ഇത് മണത്തുകൊണ്ട്, ഈ പാൻറ്റി മണത്തുകൊണ്ട് ഇവർ സ്വയംഭോഗം ചെയ്യും ഇത്ര. പിന്നെ ഇത് ഒരു കെയർഫുൾ ആവേണ്ട കണ്ടീഷൻസിൽ, നമ്മൾ ഭയക്കേണ്ട കണ്ടീഷൻസ് കൂടുതലും ഇതിപ്പോ നമ്മുടെ മാനസിക സമ്മർദ്ദം, പിന്നെ രണ്ടാമതായിട്ട് ഇവരുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ ഇവര്, അതായത് ഈ ഉദാഹരണത്തിന് മോഷ്ടിക്കുന്നത്, പാൻറ്റി, ബ്രാ ഒക്കെ മോഷണം ചെയ്യുന്നത്. സോ ഇതൊരു ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജ് ആയി വരുവാണെങ്കിൽ ഇവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാം, ഒരു സെക്സ് തെറാപ്പി കൊടുക്കാം. ഇതൊക്കെ ഇവർക്ക് കുറച്ച് ബെറ്റർ ആകും.